അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ആക്ച്വലി കുറച്ച് ദിവസമായി പോയിട്ട് സെൻറ്റ് മേരീസ് ഗ്ലേഷ്യർ എന്നുള്ള സ്ഥലത്താട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ കൊളറാഡോ വന്നിട്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു എക്സ്പ്ലോറേഷൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങളൊരു പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ഞാൻ വോയിസ് ഓവർ വേണ്ട ഓൺ വോയിസിൽ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സും മ്യൂസിക്കും എല്ലാം കാരണം വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1 hour ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രോപ്പറായിട്ട് ഡെൻവർ ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഹൈക്ക് പറ്റും. ഇപ്പം നമ്മൾ പാസ് ചെയ്ത് പോണത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള തീം പാർക്കും പിന്നെ അതുപോലെ കൂർസ് സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഡിയം ഒക്കെയാണ് കേട്ടോ. അപ്പം കൊളറാഡോയുടെ പ്രത്യേകത തന്നെ ഈ കുറേ ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. പിന്നെ കൂടുതലും മൗണ്ടൈനേഴ്സ് ആയിട്ടുള്ള റീജിയനാണ്. അതായത് ഒരു അഡ്വഞ്ചറസ് സ്പോർട്സോ അതുപോലെ തന്നെ നേച്ചറിനോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊളറാഡോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ബിജോയ് ഉണ്ടായിരുന്നത് അറ്റ്ലാന്റയിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു 1 month വെക്കേഷനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈബേ അല്ല കേട്ടോ. അവിടെ ഇത്രയും കൂടെ ഒരു എന്താ പറയുക ഫങ്കി, അതായത് ഹിപ്പ് വൈബ് അങ്ങനെയാണ്. ഭയങ്കര ഇത്രയും കൂടെ കുറച്ചും കൂടെ മോഡേൺ ആണ് അറ്റ്ലാന്റ എന്ന് പറയുന്നത്. അപ്പോൾ കൊളറാഡോ കുറച്ചുകൂടെ ലെയ്ഡ് ബാക്ക് സിറ്റിയാണ്. കുറേ സ്ഥലമുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണൽ വളരെ കുറവാണ്. ഓഫ് കോഴ്സ് ഞങ്ങൾ ടൗണിൽ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് ആൾക്കാരെ കാണാമെന്നല്ലാതെ പിന്നെ പൊതുവെ പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി ലാൻഡ് ടു പോപ്പുലേഷൻ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി കൊളറാഡോ ആയിട്ട് ചിലപ്പോൾ ഇതൊരു കോമഡി ആയിരിക്കും, എന്നാലും എനിക്ക് പാലക്കാടുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാലക്കാട് ഭയങ്കര മലകളാൽ ചുറ്റപ്പെട്ട് പല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കൊളറാഡോയും അങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൊളറാഡോയിലൊരു 3 months ആണ് 3 months അല്ലെങ്കിൽ 4 months ആയിരിക്കും മാക്സിമം സമ്മർ ഉണ്ടാവുക. പക്ഷേ ഞങ്ങളുടെ പാലക്കാട് അങ്ങനെയല്ല, ഈവൻ മഴക്കാലത്ത് വരെ സമ്മർ ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സിനിക്കായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ഇത് സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. ഇതിനിപ്പോൾ ഫോളും വിൻ്ററൊക്കെ ആകുമ്പോൾ വേറെ വേറെ ബ്യൂട്ടി ആയിരിക്കും കേട്ടോ. നമ്മൾ കാശ്മീർ പോകുമ്പോഴും അങ്ങനെയല്ലേ, ഓരോ സീസണും ഓരോ ബ്യൂട്ടിയാണ്. ഇപ്പം നമ്മളൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോകാൻ പോകുന്നത്. എനിക്ക് ഈ ടണൽ കണ്ടിട്ട് ശരിക്കും കുതിരാൻ ടണൽ പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊളറാഡോയും പാലക്കാടും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത്. ഈ ടണലിൻ്റെ എനിക്ക് കുതിരാൻ ടണലായിട്ട് ഞാൻ ഭയങ്കര കമ്പയർ ചെയ്യായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ കൊളറാഡോ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ അതായത് എയർപോർട്ട് ടു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എത്താൻ ഒരു 1/2 hour ട്രെയിൻ ജേർണി ഉണ്ട്. ആ 1/2 hour ട്രെയിൻ ജേർണിയിൽ ഞാൻ കണ്ടത് കുറേ മലകളും പിന്നെ പാടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കൊരു ഒറ്റപ്പാലം സൈഡിൽ കൂടെ നമ്മൾ ട്രെയിൻ ജേർണി പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന സെൻറ്റ് മേരീസ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഐഡഹോ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് കേട്ടോ. ഇതൊരു മോഡറേറ്റ് ഹൈക്കിംഗ് ട്രെയിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട്, ഇത് നമ്മളൊരു ബേസ് സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് ഒരു $10 മുതലുള്ള പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് $10 പാർക്കിങ്ങിലാണ്. കുറച്ചുകൂടെ ട്രെയിലിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യണമെങ്കിൽ $15 പാർക്ക് ചെയ്യാം കേട്ടോ. അവിടേക്ക് പക്ഷേ അവിടെ ഫുൾ എല്ലാം സാറ്റർഡേ സൺഡേ എല്ലാം ഇത് ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഓഗസ്റ്റ് ഒക്ടോബറോ അങ്ങനെ എന്തോ ആണ് ഈ ട്രെയിൽ ഓപ്പൺ ആവുള്ളൂ. മെയിനായിട്ട് സീസൺ ടൈം എന്ന് പറയുന്നത്.
കാരണം വിൻ്ററൊക്കെ ആയിന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രോപ്പർ ഹൈക്കിംഗ് ഗിയേഴ്സൊക്കെ വേണം. അപ്പോൾ ഇതൊരു ടു ആൻഡ് ഫ്രോ ശരിക്കും പറഞ്ഞൊരു 4 കിലോമീറ്റേഴ്സ് അങ്ങനത്തെ പോലത്തെ ഒരു ഹൈക്കാട്ടോ. പക്ഷേ ഈ 4 കിലോമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ആ ലേക്സ് ഇതൊരു ബേസ് ആയിട്ടൊരു ലേക്ക് സൈഡ് ഉണ്ട് അവിടെ വരെയാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്ന് പിന്നെയുള്ള റോഡ് ഹൈക്കിംഗ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഒരു നമ്മൾ എന്താ പറയുക വഴി വെട്ടിയിട്ട് നടക്കണം എന്നുള്ളൊരു സ്ഥിതിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഹൈക്കിംഗ് ഒന്നും ചെയ്യാത്തൊരാളാണ്. ആകെ കൂടെ എനിക്ക് ഹൈക്കിംഗ് എന്ന് പറയാൻ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ അവിടെ കുടജാദ്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ജീപ്പിൽ പോയി പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടായിരുന്നു. സെക്കൻഡത്തെ കുഴപ്പമില്ലായിരുന്നു. തേർഡ് ടൈം ഞങ്ങൾ പോയപ്പോൾ 3 വട്ടം ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടൈം പോയപ്പം അവിടെ എനിക്ക് ഇത്രയും കൂടെ സിമ്പിളായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെയുള്ളവർ ഇത്തിരി സ്ലോ ആയിട്ടായിരുന്നു നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. ഇതാണ് നമ്മളൊരു ബേസ് പോലെ നമ്മൾ കുറച്ച് നടന്ന് ഇവിടെ എത്തും. ഇതാണ് തോന്നുന്നു എനിക്ക് 4 കിലോമീറ്റേഴ്സ് എന്നുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ ആ ഒരു മഞ്ഞിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, ആ ഗ്ലേഷ്യർ ഫോർമേഷൻ കാണുന്നുണ്ടല്ലോ, അത് വിൻ്ററൊക്കെ ആയ ഈ ഫുൾ മലകളും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ സമ്മർ മന്ത് ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് ഗ്ലേഷ്യർ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടം ഇതുവരെയാണ് പ്രോപ്പറായിട്ടൊരു പിന്നെയും ഒരു പാത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടം മുതൽ അത്ര പ്രോപ്പർ പാത്തൊന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക ഏന്തി പിടിച്ച് കയറണം, പിന്നെ വഴിയൊന്നുമില്ല, നമ്മളായിട്ട് വഴി ഉണ്ടാക്കണം, അങ്ങനത്തെയൊക്കെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു പ്രോപ്പർ ഹൈക്ക് പേഴ്സൺ അല്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കറിയുണ്ടായിരുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ഹൈക്കിംഗ് എന്നുള്ളത്. സോ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ, നമ്മളെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ അത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ബിജോയും കൂടെ ഞങ്ങൾ മെല്ലെ ടൈം എടുത്ത് ആവശ്യത്തിന് സമയം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഹൈക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈക്കിങ്ങിൽ എപ്പോഴും നോക്കേണ്ടത് വേറൊരാളെക്കാട്ടിയും നമുക്ക് സ്പീഡിൽ നടക്കാൻ പറ്റുമോ അങ്ങനെയുള്ളതല്ല. നമുക്ക് ആ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, പിന്നെ നമ്മൾ പോകുന്ന പാത്ത് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ആ സ്ഥലങ്ങളെക്കുറിച്ച് അറിയുക, പഠിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊരു ഹൈക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ലോ ആയിട്ട് നമ്മൾ ഹൈക്ക് ചെയ്താൽ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും കേട്ടോ. ഞങ്ങളവിടുത്തെ പൂമ്പാറ്റയും എല്ലാം കിളികളും എല്ലാം കണ്ട് നന്നായിട്ട് ആസ്വദിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെ മുതൽ ഹൈക്കിംഗ് പാത്തൊന്നും അത്ര നല്ല പാത്തൊന്നും അല്ല. പലതരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു കാണാമെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ ആ പൂക്കളൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കാൻ തോന്നും കേട്ടോ. അങ്ങനെയായിരുന്നു ഹൈക്കിംഗ് പാത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ഗ്ലേഷ്യർ ഫോർമേഷൻ കണ്ടില്ലേ, ഇത് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു ഗ്ലേഷ്യർ ഫോർമേഷൻ. ഇത് വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഗ്ലേഷ്യർ ഫോർമേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല ഒരു വ്യൂ ആയിരിക്കുമേ. അപ്പം ഞങ്ങൾ ഫൈനലി ഒരു ബേസ് പോയിൻ്റ് വേറൊരു പോയിൻ്റ് വരെ അവിടെ എത്തി. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആ ഗ്ലേഷ്യർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അത് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നു. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൾട്ടാട്ടോ. അത് നമ്മൾ കയറുമ്പോഴേക്കും സ്ലിപ്പാവും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഗിയേഴ്സൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ പലരും സ്കീ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമ്മറിലും ഇത്രയും നല്ല ഒരു തണുത്ത മഞ്ഞിൻ്റെ കട്ടയൊക്കെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു കണ്ണിന് കുളിരേകുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ലേക്ക് കാണാം. ഇനിയിപ്പോൾ അവിടെ നമ്മളപ്പോൾ ടോപ്പ് വരെ പോയിട്ട് തിരിച്ചിറങ്ങിയതാട്ടോ. അപ്പോൾ എനിക്ക് ഈ അരുവി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക തോന്നി, നമ്മുടെ സ്റ്റോറി ഇങ്ങനെ പണ്ട് കാലത്ത് നമ്മൾ ഓരോ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ ഒരു അരുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യില്ല, എനിക്ക് അതുപോലൊരു സ്റ്റോറി ബുക്കിൽ നിന്ന് എടുത്ത് വെച്ച അരുവി പോലെ കേട്ടോ തോന്നി. അതായിരുന്നു അതിൻ്റെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നല്ല എൻജോയ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അടിപൊളി ഹൈക്കായിരുന്നു. ഇനിയും അങ്ങനത്തെ ഹൈക്ക് ചെയ്യണം എന്നാണ് ഇനിയിപ്പോൾ ആഗ്രഹം. എന്തായാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു ഹൈക്കിൽ നിന്ന് മനസ്സിലായത്.
ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മളെ സ്ഥലത്തേക്ക് വരാം കേട്ടോ. ഇതാണ് നൈറ്റ് വ്യൂ, നമ്മുടെ സിറ്റിയുടെ നൈറ്റ് വ്യൂ. ഇത് ഭയങ്കര ഏത് സിറ്റി ആണെങ്കിലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കളേഴ്സ്, ലൈറ്റ്സ് എല്ലാം കൂടെ വെച്ച് ഭയങ്കര ഭംഗിയാണ്. ഈ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ ഇതിൽ ഭയങ്കര ലൈറ്റ്സും അതിൻ്റെ ആഘോഷങ്ങൾ, ഡെക്കറേറ്റീവ് സംഭവങ്ങൾ അതൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് നൈറ്റ് റൈഡിന് പോയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഹൈക്കിംഗ് ഡേ. അപ്പോൾ ഒരു അടിപൊളി ഹൈക്കായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് മാക്സിമം ഇടാൻ നോക്കാം. എന്തായാലും ഇതെൻ്റെ ഒരു മെമ്മറി ബുക്കായിട്ടാണ് ഞാൻ നോക്കുന്നത്, പിന്നീട് എടുത്ത് നോക്കാൻ വേണ്ടി. താങ്ക് യു.